സോ നെക്സ്റ്റ് നമുക്ക് ലെഗ് ആംഗിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A diagonal member of a roof carries a maximum axial pull of 450 kN. Design this section and the leg angle also. The steel is of yield stress of 250 Newton per mm square. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ടെൻഷൻ മെമ്പറും ഡിസൈൻ ചെയ്യണം, അതുപോലെ തന്നെ ലെഗ് ആംഗിളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് ടു ഡിസൈൻ ദി സെക്ഷൻ ആൻഡ് ദി ലെഗ് ആംഗിൾ ഓൾസോ. അപ്പോൾ ആക്സിയൽ പുള്ള് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഈ ഒരു ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനും ഡിസൈൻ ചെയ്യണം, അതുപോലെ തന്നെ ആ സെക്ഷനിൽ ലെഗ് ആംഗിളും ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ഈ ഒരു ഗസറ്റ് പ്ലേറ്റിൽ വി ആർ പ്രൊവൈഡിങ് ടെൻഷൻ, ഒരു ലെറ്റ് ഇറ്റ് ബി എൻ ആംഗിൾ സെക്ഷൻ, ഒരു ആംഗിൾ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സോ ഈ ലെഗ് ആംഗിളിൻ്റെ യൂസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇഫ് there are large number of bolt, if you are using a large number of bolt, അതായത് ഈ ബോൾട്ട് ഇപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ലാർജ് നമ്പർ ഓഫ് ബോൾസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു പ്രൊവൈഡ്, അപ്പോൾ ഈ ഒരു ഗസറ്റ് പ്ലേറ്റ് പോരാതെ വരും. ഓക്കെ, വി ഹാവ് ടു പ്രൊവൈഡ് കുറച്ചും കൂടെ ഒരു ബിഗ്ഗർ ഗസറ്റ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഈ ഒരു കേസിൽ വി ഇൻ ഓർഡർ ടു ഗെറ്റ് എൻ എക്കണോമിക്കൽ ഡിസൈൻ, ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ നേരത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഇത് ഇങ്ങനെ ഈ ഒരു ഗസറ്റ് പ്ലേറ്റ് എക്സ്പെൻസീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ പ്രൊവൈഡ് എ ലെഗ് ആംഗിൾ. ഓക്കെ, സോ വി ആർ പ്രൊവൈഡിങ് എ ലെഗ് ആംഗിൾ. ഇവിടെ ഇങ്ങനെ ഒരു ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ സെക്ഷൻസ് വെയർ ദർ ഇസ് എ നീഡ് ഫോർ എ ഗസറ്റ് പ്ലേറ്റ്. ഇങ്ങനെ ഒരു ലാർജർ ഗസറ്റ് പ്ലേറ്റ് വരുമ്പോൾ ആ ഗസറ്റ് പ്ലേറ്റിന് പകരം അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വി പ്രൊവൈഡ് എ ലെഗ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഗസറ്റ് പ്ലേറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അഗെയിൻ അതുപോലെ ഈ ഒരു ബോൾട്ട് വി ക്യാൻ പ്രൊവൈഡ് ദീസ് ബോൾട്ട് ഹിയർ, നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്, അതായത് ഈ ഒരു ലെഗ് ആംഗിൾ. സോ ദിസ് ഈസ് ദ ലെഗ് ആംഗിൾ. അപ്പോൾ ഈ ഒരു ലെഗ് ആംഗിൾ ഇത് നമ്മുടെ മെയിൻ ആംഗിൾ. ഓക്കെ, ഈ മെയിൻ ആംഗിളിലും അതുപോലെ തന്നെ ഈ ഗസറ്റ് പ്ലേറ്റിലും കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ലെഗ് ആംഗിൾ ഷുഡ് ബി കണക്റ്റഡ് ടു ഇതേപോലെ കണക്ട് ചെയ്യണം, അതായത് ഈ ഒരു ആംഗിൾ മെയിൻ ആംഗിളിലും കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഗസറ്റ് പ്ലേറ്റിലും കണക്ട് ചെയ്യണം. സോ ഇതിൻ്റെ ഒരു വ്യൂ സൈഡ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, ഈ ഗസറ്റ് പ്ലേറ്റിൽ വി ആർ കണക്റ്റിംഗ് an angle. ഇതാണ് നമ്മുടെ മെയിൻ ആംഗിൾ. ഇഫ് യു ആർ കണക്റ്റിംഗ് മെയിൻ ആംഗിൾ ആൻഡ് ഈ ഒരു സെയിം തിക്നെസ് മാത്രമേ ഡിഫറെൻ്റ് ആവുന്നുള്ളൂ, വി ഹാവ് ടു പ്രൊവൈഡ് ഈ സെയിം വിഡ്ത്തുള്ള തന്നെ ഒരു ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, വിഡ്ത്ത് റിമെയിൻ സെയിം, തിക്നെസ് അതായത് ഇപ്പോൾ ഇതിനൊരു 10 ആണ്, 10 mm തിക്നെസ് ആണെങ്കിൽ ഇതിൽ ഒരു 8 mm തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ തിക്നെസ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരുന്ന കണക്ഷൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ലെഗ് ആംഗിൾ, സോ ദിസ് ഇസ് ദ ലെഗ് ആംഗിൾ. ഈ ലെഗ് ആംഗിൾ ഗസറ്റ് പ്ലേറ്റിലും കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ആംഗിളായിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദ നമ്പർ ഓഫ് ബോൾസ് കണക്റ്റഡ് ടു ദ ഗസറ്റ് പ്ലേറ്റ്, ലെഗ് ആംഗിൾ ആൻഡ് ദി ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ലെഗ് ആംഗിൾ ആൻഡ് ദി മെയിൻ ആംഗിൾ. ഈ രണ്ട് കാര്യങ്ങളാണ് ലെഗ് ആംഗിൾ ഡിസൈനിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. Okay, so let's write the given data. ഇതിൽ ടെൻഷൻ ആക്സിയൽ ടെൻഷൻ ലോഡ് തന്നിട്ടുണ്ട് 450 kN, Fy 250 ആൻഡ് ഹിയർ നത്തിങ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദി ബോൾട്ട്. അതുകൊണ്ട് വി ക്യാൻ അസ്യൂം 4.6 ഗ്രേഡ് 20 mm ഡയ ബോൾട്ട്. ആൻഡ് അപ്പോൾ ബോൾട്ടിൻ്റെ ഡയമീറ്റർ 20 ആണെങ്കിൽ ഹോൾ ഡയമീറ്റർ വിൽ ബി, ക്ലിയറൻസും കൂടെ ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് 2 mm ആണ് ആൻഡ് സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 22 mm എന്ന് വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, അതായത് നമ്മൾ യൂഷ്വലി ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഇങ്ങനെ ലെഗ് ആംഗിളിൽ രണ്ട് ഡിസൈനിൽ രണ്ട് കാര്യങ്ങൾ വരും. അതായത് ഒന്ന് നമ്മൾ ടെൻഷൻ മെമ്പർ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത്, അപ്പോൾ ഈ ടെൻഷൻ മെമ്പറിൻ്റെ ഡിസൈൻ വരും, അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് ലെഗ് ആംഗിളിൻ്റെ ഡിസൈനും വരും. ഓക്കെ, ലെഗ് ആംഗിളിൻ്റെ ക്വസ്റ്റ്യനിൽ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുക, വിച്ച് ഇസ് ദ സ്റ്റെപ്സ് ആർ സിമിലർ ടു ദ പ്രീവിയസ് പ്രോബ്ലംസ്.
അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു മെമ്പർ ചൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്ലോസ് 6.2 ഇക്വേഷനിൽ ടി ഡി ജിയുടെ വാല്യൂ ടി എൻ ആയിട്ട്, സോറി ടി എൻ അല്ല, നേരത്തെ ടി യു ആയിരുന്നു കേട്ടോ. സോ ദിസ് വാല്യൂ ഇസ് ടി യു. ഓക്കെ, സോ ടി യു വാല്യൂ ടി ഡി ജിക്ക് പകരം ടി യു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 450 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഗാമ എം നോട്ട് എന്ന് വെച്ചാൽ 1.1 ആൻഡ് എഫ് വൈ ഇസ് ഗിവൺ ആസ് 250. 250 1.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രോസ് ഏരിയ നമുക്ക് 1980 mm² ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനേക്കാളും ഒരു ഗ്രേറ്റർ ഏരിയ ഉള്ള ഒരു സെക്ഷൻ, ഹയർ ഏരിയ ഉള്ള ഒരു സെക്ഷൻ SP6 നിന്ന് സെലക്ട് ചെയ്യുക. ഈ ഒരു ഏരിയയെക്കാളും കൂടുതലുള്ള ഒരു അൺഈക്വൽ സെക്ഷനാണ് നല്ലത്. ഓക്കെ, അൺഈക്വൽ സെക്ഷൻ ചൂസ് ചെയ്യുക. സോ 150/75/10 ആൻഡ് സോ ഇത് ലെഗ് ആംഗിളിൻ്റെ കേസിലാണ് ഈ അൺഈക്വൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ എ ജി, അപ്പോൾ ഈ 1980യേക്കാളും ഹയർ ആയിട്ടുള്ളൊരു ഏരിയ വാല്യൂ കൊടുക്കുക. സോ വി ഗോട്ട് ദി വാല്യൂ ഫോർ എ ജി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദി ഷിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. ഇതിലെ മിനിമം വാല്യൂ ആയിരിക്കും ബോൾട്ട് വാല്യൂ. സോ ഫസ്റ്റ് ഷിയറിംഗ് കപ്പാസിറ്റി, ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ദറ്റ് ഈസ് VDSB വിച്ച് ഇസ് ഈക്വൽ ടു VNSB ബൈ ഗാമ എം ഒ, ആൻഡ് ഈ എം നോട്ടിന് വി ക്യാൻ substitute the value as 1.25 and FUB. FUB എന്ന് വെച്ചാൽ that is the yield ultimate strength of the bolt ആണ് FUB. ഓക്കെ, അത് 400, അതായത് 4.6 ഗ്രേഡ് ആയിരുന്നു. സോ 4.6 ഗ്രേഡിനാണെങ്കിൽ 400 ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. സോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് 400. അഗെയിൻ ഈ NN, AN ആൻഡ് NS ASB. സോ ഇവിടെ ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട് ആൻഡ് ഈ ഗസറ്റ് പ്ലേറ്റിനെ കണക്ട് ചെയ്തിട്ട് ഒരു ആംഗിൾ സെക്ഷൻ. ഓക്കെ, സോ ഇവിടെ എത്ര പ്ലെയിൻസ് വരുന്നുണ്ട്, അതായത് ഇവിടെ ഇപ്പോൾ വി ആർ കണക്റ്റിംഗ്, നമ്മളൊരു ബോൾട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഷിയർ പ്ലെയിനേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ് എ സിംഗിൾ ബോൾട്ട്, ഒരു ബോൾട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഷിയർ പ്ലെയിനേ വരുന്നുള്ളൂ, ബിക്കോസ് സിംഗിൾ ഷിയർ ആണ്. അപ്പോൾ സിംഗിൾ ഷിയറിൻ്റെ പ്രോബ്ലത്തിൽ ഈ ഒരു ഷിയർ പ്ലെയിൻ that can either pass through threaded portion അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോൾട്ടിൻ്റെ രണ്ട് പോർഷൻസ്, ഓക്കെ, ഒരു ബോൾട്ടിൻ്റെ രണ്ട് പോർഷൻസ് നിങ്ങൾക്കറിയാം, ഒരു ഷാങ്ക് പോർഷൻ കാണും, പിന്നെ ഈ ത്രെഡഡ് ആയിട്ടുള്ള പോർഷൻ കാണും. അപ്പോൾ ഈ ബോൾട്ടിൻ്റെ ഒന്നെങ്കിൽ ഷാങ്ക് പോർഷനിൽ കൂടെ ആയിരിക്കും ഇതിങ്ങനെ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പാസ് ചെയ്യുന്നത് ത്രെഡഡ് പോർഷനിൽ കൂടെ ആയിരിക്കും. സോ യു ക്യാൻ അസ്യൂം എയ്തർ, രണ്ട് കാര്യങ്ങൾ, രണ്ടിലും ഏതെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ അസ്യൂം ചെയ്തത് ഈ കേസാണ്, അതായത് ഈ ഷിയർ പ്ലെയിൻ ഈ ത്രെഡഡ് പോർഷനിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഷാങ്ക് പോർഷൻ നമുക്ക് 0 ആയിട്ട് എടുക്കാം ആൻഡ് ഈ ത്രെഡഡ് പോർഷൻ്റെ NN വാല്യൂ 1. ഓക്കെ, കാരണം ഇതാണ്, അതുകൊണ്ട് ഇതിന് 1. ആൻഡ് ഇവിടെ ഷാങ്ക് പോർഷൻ അപ്പോൾ എടുക്കുന്നില്ല, സോ ദിസ് ക്യാൻ ബി 0. അഗെയിൻ AN എന്ന് വെച്ചാൽ ഈ ത്രെഡഡ് പോർഷൻ്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ അത് ഷാങ്കിനേക്കാളും ഒരു ലോവർ വാല്യൂ ആയിരിക്കും. ദറ്റ് ഈസ് 0.78 ടൈംസ് ദ ഏരിയ ഓഫ് ദി ഷാങ്ക് പോർഷൻ. ദറ്റ് ഈസ് 0.78 ടൈംസ് π/4 ഇൻറ്റു d². ഓക്കെ, ഡയമീറ്റർ എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, ബോൾട്ടിൻ്റെ ഡയമീറ്റർ, ഈ ഡയമീറ്റർ 20. So from there we get the value for shear capacity കിട്ടി. Again we have to find the bearing capacity. So bearing capacity equation 2.5 kb dt fu. ഇതിൽ 2.5 kb value is unknown, so kb value calculate ചെയ്യുക. kb valueയുടെ equation you can take the minimum from this value. ഇതിൽ E/3 d0, P/3 d0 minus 0.25, fu by fu and 1. ഇതിൽ എഡ്ജ് ഡിസ്റ്റൻസ് ആൻഡ് പിച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, സോ നമുക്ക് കോഡിൽ നിന്നുള്ള വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, സോ ആസ് പെർ കോഡ് ദിസ് എഡ്ജ് ഡിസ്റ്റൻസ്, മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1.5 ടൈംസ് ദി ഡയമീറ്റർ ഓഫ്
ഹോളിൻ്റെ ഡയമീറ്റർ 20 + 2 22. Okay, so 1.5 into diameter of hole ആണ് edge distance, and pitch distance is 2.5 into diameter of hole, so 2.5 into 20. Okay, so the 15 കിട്ടും, 50 divided by 3 into 22. so ഇങ്ങനെ KB യുടെ സ്മോളർ വാല്യൂ ചൂസ് ചെയ്യുക. so 0.5 ആണ് ഇതിൽ സ്മോളർ വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ, ആൻഡ് ഇവിടെ T എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആംഗിൾ സെക്ഷൻ. ആംഗിൾ വെൻ കമ്പയർഡ് ടു, ഇപ്പം നമുക്ക് ഇവിടെ 2 പ്ലേറ്റ്സ് ആണുള്ളത്, ഒന്ന് ഗസറ്റ് പ്ലേറ്റും വേറൊന്ന് ആംഗിൾ സെക്ഷനും. ഓക്കെ, ആംഗിൾ സെക്ഷൻ 10 mm ആണ് തിക്നെസ് എന്ന് അറിയാം. ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്തായാലും ഈ ആംഗിൾ സെക്ഷനേക്കാളും ഹയർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ 10 mm മിനിമം തിക്നെസ് ആണ് എടുക്കേണ്ടത്. സോ 10 mm ആയിട്ട് എടുക്കാം. സോ 10 and FU is 410. ഓക്കെ, സോ ഇവിടെ ബെയറിംഗ് കപ്പാസിറ്റിയും കിട്ടി, ഷിയർ കപ്പാസിറ്റി വാല്യൂയും കിട്ടി. ഇതിൽ ബെയറിംഗ് കപ്പാസിറ്റിയുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഷിയർ കപ്പാസിറ്റി വാല്യൂ 82 ആണ്, ആൻഡ് ഷിയർ കപ്പാസിറ്റി ഈസ് 45.3. സോ മിനിമം വാല്യൂ എന്ന് വെച്ചാൽ 45.3 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അഗെയിൻ ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദി ബോൾട്ട്? ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. So factored load 450 തന്നിട്ടുണ്ട്, 450 kilonewton, and bolt value is 45.3 kilonewton. So around 10 numbers of bolt എന്ന് കിട്ടും. ഓക്കെ, സോ 10 numbers of bolt എന്ന് പറയുമ്പോൾ ഗസറ്റ് പ്ലേറ്റിൽ ഓക്കെ ഇങ്ങനെ വരും. സോ വി കനോട്ട് പ്രൊവൈഡ്, അല്ല ഈ ഒരു പോർഷനിൽ ഗസറ്റ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത്രയും ഇതിൽ ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഗസറ്റ് പ്ലേറ്റ് വിൽ ബി എക്സ്പെൻസീവ്. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഏരിയ ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ്, വാട്ട് വി ക്യാൻ ഡു, സൈസ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ് കുറക്കാനായിട്ട് വി ക്യാൻ പ്രൊവൈഡ് ലെഗ് ആംഗിൾ. സോ അതിന് മുമ്പേ ഈ ഒരു 10 numbers, ബോൾട്ടിൻ്റെ നമ്പേഴ്സ് 10 എന്ന് കിട്ടി. സോ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഡ്രോ ദി ഡീറ്റെയിലിംഗ്. അതായത് ഡീറ്റെയിലിങ്ങിൽ പിച്ച്, എൻഡ് ഡിസ്റ്റൻസ്, ആംഗിൾ ഡയമെൻഷൻസ്. ആംഗിൾ എത്രയൊക്കെ എടുത്തിരിക്കുന്നത്? 100/75/6 ആണ്. അപ്പോൾ ആ ഒരു ഡയമെൻഷൻ, ദെൻ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ്സും എഴുതുക. ഓക്കെ, സോ യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഗസറ്റ് പ്ലേറ്റ്, ആംഗിൾ സെക്ഷൻ ഇതിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഇതിങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക, ബിക്കോസ് ഇറ്റ് കനോട്ട് ബി, ഈ ബോൾട്ട് പുറത്തല്ല, ബോൾട്ടും ഗസറ്റ് പ്ലേറ്റുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ വരക്കുക. അഗെയിൻ ഈ ഒരു ഗസറ്റ് പ്ലേറ്റിൻ്റെ സൈസ് കുറക്കാനായിട്ടാണ് വി ഹാവ് ടു ഡിസൈൻ ലെഗ് ആംഗിൾ. സോ ആദ്യം നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇങ്ങനെ വരും. സോ ഇതിൽ 10 നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഡിസൈൻ മെമ്പറിൻ്റെ ടെൻഷൻ പാർട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ വി ഹാവ് ടു ചെക്ക് ഫോർ ദി സ്ട്രെങ്ത്. ചെക്ക് ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ, അതായത് ടെൻഷൻ മെമ്പറിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഒരു ക്രോസ് സെക്ഷൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വി ഹാവ് ടു ചെക്ക് ഫോർ ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്, ദെൻ റപ്ചർ ആൻഡ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. ഈ 3 കാര്യവും ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ആസ് ഇൻ യുവർ പ്രീവിയസ് പ്രോബ്ലം TDG കാൽക്കുലേറ്റ് ചെയ്യുക. സോ AG നമ്മൾ പ്രൊവൈഡ് ചെയ്ത സെക്ഷൻ്റെ AG ഗ്രോസ് ഏരിയ വെച്ചിട്ട് TDG കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 450. സോ 450 ആണ് നമുക്ക് തന്നിരിക്കുന്ന ദറ്റ് ഈസ് ദ ഫാക്ടേർഡ് ലോഡ്. അപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കണം പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, സോ FY is 250 ആൻഡ് ഗാമ M0 is 1.1. Again, rupture strength, design strength due to rupture, that is given in clause 6.3. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യുക. സോ റപ്ചറിൽ ഇത് സിംഗിൾ ആംഗിൾ സെക്ഷൻ ആണ്. ഇപ്പോൾ സിംഗിൾ ആംഗിൾ സെക്ഷൻ്റെ W, that is 75 mm. W എന്ന് വെച്ചാൽ that is the gauge distance itself. That is W is the
ഈ ഒരു പോർഷൻ. ഓക്കെ, so W is this portion, that is 75, and then we have T is equal to thickness provide ചെയ്തത് 10 mm ആണ് for this section. Then W1, so W1 ആണ് നെക്സ്റ്റ് കിട്ടേണ്ടത്. ഓക്കെ, so W1 is 150 ടോട്ടൽ. ഈ ഒരു ലെങ്ത് that is 150. so ഈ 150യിൽ നിന്ന് we have to minus this end distance minus ചെയ്യുമ്പോൾ we get the gauge distance. okay, end distance already calculate ചെയ്തിട്ടുണ്ട്, അത് മൈനസ് ചെയ്യുമ്പോൾ we get the gauge distance. ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഗേജ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സോ end distance 35 ആണ്. സോ 150യിൽ നിന്ന് 35 മൈനസ് ചെയ്യുമ്പോൾ 115, that is the gauge distance. so W1 and then BS എന്ന് വെച്ചാൽ W plus W1 minus thickness. so W is 75 and W1 is 115 and then 10, that is the thickness. again LC എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോൾട്ട് തുടങ്ങി ലാസ്റ്റ് ബോൾട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് LC. അപ്പോൾ ഈ ഒരു ആംഗിൾ സെക്ഷനിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ആംഗിൾ സെക്ഷൻ, ഈ ആംഗിൾ സെക്ഷനിൽ 10 ബോൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 10 ബോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തുടങ്ങി ഈ ലാസ്റ്റ് എൻഡ് 10th വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് we have to calculate as LC, and LC is equal to, ഇപ്പോൾ 9 സ്പേസിങ് എത്ര 9 സ്പേസിങ്സ് ഉണ്ട്. 9 ഇൻറ്റു ഡിസ്റ്റൻസ്, ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് പിച്ച് ഡിസ്റ്റൻസ് 50 ആയിരുന്നു. സോ 9 ഇൻറ്റു 50 will give us the LC value. again we have to calculate ANC and AGO. ANC എന്ന് വെച്ചാൽ N is for net and C is the net length of the connecting leg. connecting ലെഗിൻ്റെ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് AGO is the gross area of the outstanding leg. അപ്പോൾ കണക്റ്റിംഗ് ലെഗിൻ്റെയും ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെയും ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക. കണക്റ്റിംഗ് ലെഗിൽ ബോൾട്ടിൻ്റെ ഹോളും കൂടെ മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ 150 ആണ് കണക്റ്റിംഗ് ലെഗിൻ്റെ വിഡ്ത്ത്, മൈനസ് 22 മൈനസ് അഗെയിൻ തിക്നെസ് ബൈ 2 ഹോൾ ഇൻറ്റു തിക്നെസ് വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യവും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ AGO എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് 75 ആണ്. സോ 75 മൈനസ് 10/2 ഡിവൈഡ് ഹോൾ ഇൻറ്റു 10 multiplied by 10, that will give us the AGO value. okay, again ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ ഇക്വേഷൻ റപ്ചറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ANC കിട്ടി, AGO കിട്ടി, ആൻഡ് ബീറ്റ വാല്യൂ. സോ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ബീറ്റ വാല്യൂ കിട്ടും, ആൻഡ് ദെൻ TDB വാല്യൂ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുക. ഈ ബീറ്റ വാല്യൂൻ്റെ ഒന്നും സ്റ്റെപ്സ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. TDB വാല്യൂ you will get it as 563.55, which is greater than 450. so design strength is greater than the load, so this is safe design. okay, ഇതുപോലെ തന്നെ ഇപ്പോൾ ലെഗ് ആംഗിളിൻ്റെ പ്രോബ്ലം വെൻ കമ്പയർ ടു അവർ പ്രീവിയസ് പ്രോബ്ലംസ്, ലെഗ് ആംഗിളിൻ്റെ പ്രോബ്ലംസ് കുറച്ചും കൂടെ ലെങ്തിയർ പ്രോബ്ലം ആണ്. കാരണം ലെഗ് ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വി ഹാവ് ടു ഡിസൈൻ ഫോർ ദി ടെൻഷൻ മെമ്പർ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ലെഗ് ആംഗിളും ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 ഡിസൈൻ പാർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോബ്ലം ഈ ചെക്കിൻ്റെ പോർഷൻ, ഓക്കെ, കാരണം ചെക്കിൻ്റെ പോർഷൻ ഇപ്പോൾ ഇവിടെ തേർഡ് നമുക്കറിയാം ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ആണ്. സോ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ പിന്നെയും കുറച്ചും കൂടെ ലെങ്തിയർ ആണ്. അത് യു വിൽ വേസ്റ്റ് ലോട്ട് ഓഫ് ടൈം ഓവർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൻ്റെ ഇപ്പോൾ ഇത് രണ്ടും എന്തായാലും ഈ ദറ്റ് ഈസ് ഗ്രേറ്റർ ആണ്, സേഫ് ആയതുകൊണ്ട് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ സേഫ് ആയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അല്ലാതെ നിങ്ങളിപ്പോൾ ടൈം കളയണ്ട എന്നാണ് ഒരു അഭിപ്രായം. എനിവേ യു ക്യാൻ ഡു ദിസ്. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ചെയ്യണമെങ്കിൽ ചെയ്യാം, ദർ ഇസ് നോ ഇഷ്യൂസ്. സോ സി ആയിട്ട് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ചെക്ക് ചെയ്യുക. മേ ബി ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൽ ചിലപ്പോൾ സേഫ് ആയിരിക്കാം, ചിലപ്പോൾ സേഫ് അല്ലായിരിക്കാം. ഓക്കെ, സോ യു ക്യാൻ ചെക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏരിയ ഒരു അതായത് കൺസിഡറബിൾ ഒരു ഇൻക്രീസ് ആയിട്ടുള്ളൊരു ഹയർ ആയിട്ടുള്ള ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി സേഫ്. സോ അതുകൊണ്ട് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ഇവിടെ നിങ്ങൾ ആ സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷനെങ്കിലും എഴുതുക. ഓക്കെ, സോ സ്റ്റെപ്പ് സിയിൽ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൻ്റെ ആ 2 ഇക്വേഷൻസ്, ആൻഡ് ഇഫ് യു ക്യാൻ ഡു ദറ്റ്
അത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. കാരണം നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താതെ അത് ചെയ്യാമെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, സോ ഒരു ടൈം സേവിങ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തന്നെയാണ്. എനിവേ യു ക്യാൻ ഡു. സി പാർട്ട് ഇസ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. സോ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൻ്റെ സ്റ്റെപ്സ് എഴുതുക. ഇഫ് യു ഹാവ് ടൈം യു ഹാവ് ടു ഡു ദിസ്. ഓക്കെ, ഇത് ചെക്കാണ്. ഇപ്പോൾ ചെക്കിൽ ഒത്തിരി ടൈം ഈ ചെക്കിൻ്റെ പോർഷനിൽ കളയണ്ട എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ബിക്കോസ് നമുക്ക് ലെഗ് ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലെഗ് ആംഗിൾ ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇവിടം വരെ ചെയ്തിട്ട് ലെഗ് ആംഗിൾ സ്കിപ്പ് ചെയ്യരുത്. യു ക്യാൻ സ്കിപ്പ് ദ ബ്ലോക്ക് ഷിയർ, ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നമില്ല. പക്ഷേ ലെഗ് ആംഗിളിൻ്റെ ഡിസൈൻ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സോ ദ തേർഡ് ചെക്ക് ഇസ് ചെക്ക് ഫോർ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ദാറ്റ് യു ക്യാൻ ഡു യുവർ സെൽഫ്. ഓക്കെ, ചെയ്ത് നോക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചെയ്ത പോലെ തന്നെ അതും കൂടെ ചെയ്ത് നോക്കുക. എക്സാമിന് ടൈം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രൈ ഡൂയിങ് ദ ഇക്വേഷൻസ്, ട്രൈ റൈറ്റിംഗ് ദ ഇക്വേഷൻസ് ആൻഡ് അഗെയിൻ. അപ്പോൾ ഈ സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ 3 ചെക്കും സേഫ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, സോ വാട്ട് ഈസ് ദ മിനിമം ലെങ്ത്, അപ്പോൾ എത്രയാണ്, അപ്പോൾ നമ്മൾ ടെൻഷൻ മെമ്പർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കണം, അതായത് ഈ ടെൻഷൻ മെമ്പറിൽ ബോൾട്ട് 10 നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ട്. സോ ഈ ഒരു ടെൻഷൻ മെമ്പറിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഗസറ്റ് പ്ലേറ്റിൻ്റെ സൈസാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ദ മിനിമം ലെങ്ത് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ് റിക്വയർഡ്. അപ്പോൾ മിനിമം ലെങ്ത് നമ്മളിങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ബോൾട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിമം ലെങ്ത് എന്ന് വെച്ചാൽ 9 × 50, ഈ 9 × 50 പ്ലസ് 2 × 35. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻഡ് ഡിസ്റ്റൻസും പിച്ച് ഡിസ്റ്റൻസും എന്തായാലും അതായത് ഇത്രയും പോർഷൻസ് എന്തായാലും ഗസറ്റ് പ്ലേറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ മിനിമം ഈ ഒരു ലെങ്ത് എങ്കിലും ഗസറ്റ് പ്ലേറ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മിനിമം ലെങ്ത് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് 520 mm ആണ് മിനിമം ലെങ്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു 520 mm വരുമ്പോഴത്തേക്കും ഗസറ്റ് പ്ലേറ്റിൻ്റെ സൈസ് ഒരു കൺസിഡറബിൾ ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്. ഓക്കെ, സോ വി ക്യാൻ പ്രൊവൈഡ് ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യാം. ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു വാല്യൂവിൽ ഗസറ്റ് പ്ലേറ്റ്, ഈ ഒരു ലെങ്തിൽ ഗസറ്റ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതർവൈസ് വി ഹാവ് ടു ഗിവ് ദ ലെഗ് ആംഗിൾ. അപ്പോൾ ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് നമുക്ക് ഈ ലെഗ് ആംഗിളിൻ്റെ ഇപ്പുറമുള്ള ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു ലെങ്ത്തിൽ ഗസറ്റ് പ്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗസറ്റ് പ്ലേറ്റ് നമുക്ക് ഈ ലെങ്ത് വരെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ ഒരു ലെങ്ത്തിൽ കൊടുത്താൽ മതിയാവും ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അതർവൈസ് ഇവിടം വരെ മിനിമം ലെങ്ത് വെച്ച് കൊടുക്കണമായിരുന്നു. ഈ ഒരു കേസിൽ ഈ ഒരു പോർഷൻ വരെ കൊടുത്താൽ മതിയാവും. സോ ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് ലെഗ് ആംഗിൾ. അഗെയിൻ വി ഹാവ് ടു ഡിസൈൻ ദി ലെഗ് ആംഗിൾ. അപ്പോൾ ലെഗ് ആംഗിളിൻ്റെ ഡിസൈനിൽ മെയിനായിട്ടും നോക്കേണ്ടത് ആണ് ഗസറ്റ് പ്ലേറ്റ്. ആൻഡ് ഗസറ്റ് പ്ലേറ്റിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആംഗിൾ സെക്ഷൻ, മെയിൻ ആംഗിൾ ഡിസൈൻ ചെയ്തു. അഗെയിൻ വി ഹാവ് ടു പ്രൊവൈഡ് ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ലെഗ് ആംഗിൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യണം. അഗെയിൻ ഈ ലെഗ് ആംഗിളിൽ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ലെഗ് ആംഗിളിനെ ഗസറ്റ് പ്ലേറ്റ് ആയിട്ടും കണക്ട് ചെയ്യണം, ലെഗ് ആംഗിളിനെ മെയിൻ ആംഗിളായിട്ടും കണക്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെയും നമ്പർ ഓഫ് ബോൾട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വാട്ട് വി നീഡ് ദ ലോഡ് ആസ് വെൽ ആസ്, ഓക്കെ, ഫാക്ടേർഡ് ലോഡ് വാല്യൂ വേണം, അതുപോലെ തന്നെ ബോൾട്ട് വാല്യൂ വേണം. ബോൾട്ട് വാല്യൂ നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്നാണ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദ ബെയറിംഗ് കപ്പാസിറ്റി എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് ദി വാല്യൂ ആസ് 45.3 എന്നൊരു വാല്യൂ കിട്ടിയായിരുന്നു. വി ക്യാൻ ടേക്ക് ദാറ്റ് വാല്യൂ. ഓക്കെ, എഗെയിൻ നമുക്ക് വേണ്ടത് സ്ട്രെങ്ത് വാല്യൂ ആണ്. സ്ട്രെങ്ത് വാല്യൂ 450 kN അല്ല, കാരണം ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലെയും സ്ട്രെങ്ത് വാല്യൂ 450 അല്ല. അപ്പോൾ അത് എത്രയാണ് സ്ട്രെങ്ത് വാല്യൂ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെഗ് ആംഗിളിന് ആദ്യം തന്നെ നമ്മൾ അതായത് ഒരു സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുക ലെഗ് ആംഗിളിന്. സോ ദ ലോഡ് ഓൺ ദി ലെഗ് ആംഗിൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. സോ ഈ ലോഡ് ഓൺ ദി ലെഗ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്ലോസ് 10.12.2 റെഫർ ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ ലോഡ് 450 kN ആണ്. ഓക്കെ, പക്ഷേ ഈ ലോഡ്, അതായത് രണ്ട് ലെഗ്സ് ഉണ്ട്, വൺ ഈസ് കണക്റ്റിംഗ് ലെഗ് ആൻഡ് അതർ ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. അപ്പോൾ ഈ രണ്ട് ലെഗ്സിലും അതിൻ്റെ ഏരിയ അനുസരിച്ചിട്ടാണ് ഈ 450 kN ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്.
Okay, so the gross area of the connected leg is 150 minus 10 by 2 into 10. അതായത് കണക്റ്റഡ് ലെഗിൻ്റെ മെയിൻ ആംഗിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ദ മെയിൻ ആംഗിൾ, ആ മെയിൻ ആംഗിളിൻ്റെ കണക്റ്റഡ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ. ഓക്കെ, 150 മൈനസ്, so that is gross area എന്ന് വെച്ചാൽ ഓവറോൾ ഏരിയ ആണ്. ഓക്കെ, ആൻഡ് ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് എന്ന് വെച്ചാൽ ഇവിടം വരെയുള്ള ഏരിയ, ദറ്റ് ഇസ് 75 മൈനസ് ഈ ഒരു തിക്നെസ് ബൈ 2 മൈനസ് ചെയ്യുക ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രോസ് ഏരിയാസും കിട്ടി. അഗെയിൻ, സോ ഫോർ ഈക്വൽ ആംഗിൾ ആയിരുന്നെങ്കിൽ ലോഡ് ഈക്വൽ, ഈ 450 എന്ന ലോഡ് ഈ രണ്ട് ആംഗിളിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തേനെ, ട്രാൻസ്ഫർ ചെയ്തേനെ. പക്ഷേ ഇവിടെ അൺഈക്വൽ ആംഗിൾ ആണ്. ഓക്കെ, സോ സിൻസ് ഇറ്റ് ഇസ് അൺഈക്വൽ ആംഗിൾ, ദ ലോഡ് വിൽ ബി, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ അനുസരിച്ചിട്ടാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഏരിയയുടെ റേഷ്യോയിലായിരിക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, സോ ദ ലോഡ് ഓൺ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ അത് ക്ലോസിൽ പറയുന്നതാണ് കേട്ടോ. അതായത് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലും അതുപോലെ തന്നെ കണക്റ്റിംഗ് ലെഗിലും എത്ര ലോഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുക. ആ ലോഡ് അനുസരിച്ചിട്ടാണ് ബോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ദി ലെഗ് ആംഗിൾ, ഇപ്പം നേരത്തെ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ കണക്റ്റിംഗ് ലെഗ് ആണ്. അഗെയിൻ ഹിയർ വി ഹാവ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഓക്കെ, സോ ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ, സോറി, ഈ ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലും അതുപോലെ തന്നെ കണക്റ്റിംഗ് ലെഗിലും ഓക്കെ എത്രയാണെന്ന് നോക്കാം. സോ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ 1.4 ടൈംസ് ദി ലോഡ് ഓൺ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ. അതായത് മെയിൻ ആംഗിളിൽ എത്ര ലോഡ്, മെയിൻ ആംഗിളിൻ്റെ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലായിട്ട്, ഓക്കെ, മെയിൻ ആംഗിളിൻ്റെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ എത്ര ലോഡ് വരുന്നു, ഈ ഒരു ലോഡിൻ്റെ 1.4, അതായത് ഈ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ 40 ടൈംസ് കൂടുതലായിരിക്കും ഇവിടെ വരുന്ന ലോഡ്. ഓക്കെ, അതുപോലെ അപ്പോൾ ഈ ഒരു പോർഷനിലെ ലോഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിലെ ലോഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ, ഈ ഒരു പോർഷനിൽ ലോഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെയായിരിക്കും പോവുക. 450 എന്നുള്ള വാല്യൂ ഇങ്ങനെ രണ്ട് ലോഡായിട്ടായിരിക്കും പോവുക. അപ്പോൾ ഇവിടെയുള്ള ലോഡ് വാല്യൂ അതിൻ്റെ 1.4 ടൈംസ്, അതായത് 40 ടൈംസ് ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 20 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഈ ഒരു ലോഡാണ്. അതായത് മെയിൻ ആംഗിളിൻ്റെ കണക്റ്റിംഗ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ 40 ടൈംസും 20 ടൈംസും ആണ് ഈ രണ്ട് ലെഗ് ആംഗിളിൻ്റെ ഈ രണ്ട് ലെഗ്സിലും പോകുന്നത്. ഓക്കെ, അതാണ് ഈ ക്ലോസിൽ പറയുന്നത്. അതായത് ലോഡ് ഓൺ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ദി ലെഗ് ആംഗിൾ ഈസ് ഈക്വൽ ടു 1.4 ടൈംസ് ദ ലോഡ് ഇൻ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ. അതുപോലെ ലോഡ് ഓൺ ദി കണക്റ്റിംഗ് ലെഗ് ഓഫ് ദി ലെഗ് ആംഗിൾ ഈസ് ഈക്വൽ ടു 1.2 ടൈംസ് ദി ലോഡ് ഇൻ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ദി മെയിൻ ആംഗിൾ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ എത്രയാണ് വാല്യൂ എന്നാണ്, എത്രയാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ ആക്ട് ചെയ്യുന്നത് 700 mm² ആണ്. ഓക്കെ, സോ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലെ ഏരിയ 700 mm² ആണ്. എങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് വെച്ചാൽ 450 ടോട്ടൽ ലോഡ് ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഓക്കെ, ടോട്ടൽ ലോഡ് ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ, അതായത് റേഷ്യോ 700 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ ഏരിയയുടെ റേഷ്യോ ആണ്. സോ 450 ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ ദിസ് വൺ ഇസ് ദി റേഷ്യോ, ലോഡിൻ്റെ റേഷ്യോ ആണ്. അതുപോലെ തന്നെ ഇവിടെയും വരും 146 എന്നാണ് കിട്ടുന്നത്. സോ 1.2 ഇൻറ്റു 146 ആൻഡ് 1.4 ഇൻറ്റു 146. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ലോഡ് കിട്ടും. അല്ലെങ്കിൽ ഈ ലോഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ലെഗ് ആംഗിളിൻ്റെ ലോഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലോഡ് വെച്ചിട്ടാണ് ഓക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ലോഡ് വെച്ചിട്ടായിരിക്കണം നമ്പർ ഓഫ് ബോൾസ് ഇൻ ദി കണക്റ്റിംഗ് ലെഗ് ഷാൽ ബി ദിസ് വൺ ഡിവൈഡഡ് ബൈ ദ ലോഡ് ഡിവൈഡഡ് ബൈ 45.3 and number of balls to connect leg angle
ടു മെയിൻ പ്ലേറ്റ്. ഓക്കെ, മെയിൻ പ്ലേറ്റിൽ കണക്ട് ചെയ്യേണ്ടത് 175 മെയിൻ പ്ലേറ്റിലുള്ള ലോഡ് എന്ന് പറയുമ്പോൾ ദിസ് വൺ വിൽ ബി ദ ലോഡ്. ഓക്കെ, 205 ആണ് ലോഡ്. അപ്പോൾ ഈ ലോഡ് ഡിവൈഡഡ് ബൈ 45.3 ആണ്. അതായത് അറൗണ്ട് 5 വോൾട്ട് നമുക്ക് മെയിൻ പ്ലേറ്റും ലെഗ് ആംഗിളും തമ്മിലുള്ള കണക്ഷനിൽ കിട്ടും. ഓക്കെ ഓക്കെ സോ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ലോഡ് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ, ദറ്റ് വിൽ ഗീവ് ദി നമ്പർ ഓഫ് ബോൾട്ട്. അതുപോലെ ഈ ലോഡ് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ, സോ ദാറ്റ് വിൽ ഗീവ് ദ നമ്പർ ഓഫ് ബോൾട്ട്. ഓക്കെ, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. എഗെയിൻ നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ 10 ബോൾട്ട് ആയിരുന്നു മെയിൻ ആംഗിളിൽ പ്രൊവൈഡ് ചെയ്തത്, ആദ്യമേ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ആ 10 തന്നെ നമ്മൾ, കാരണം ലെഗ് ആംഗിൾ ഡിസൈൻ ചെയ്തു, ഇനി നമുക്ക് എത്രയാണ്, ഓക്കെ ലെഗ് ആംഗിൾ ഡിസൈൻ ചെയ്തത് കൊണ്ട് ഈ ഒരു 10 ബോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ഇപ്പോൾ എത്രയാണ് കറൻ്റ്ലി ആ വാല്യൂ എന്നും ചെക്ക് ചെയ്യുക. ഓക്കെ, സോ അപ്പം നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്, സോ ഇവിടെയും പ്രൊവൈഡ് ചെയ്തു, ബോൾട്ട് പ്രൊവൈഡ് ചെയ്തു, ഇവിടെയും ബോൾട്ട് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ബോൾട്ടിൻ്റെ നമ്പർ സ്വാഭാവികമായിട്ടും 10 ബോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിലും കുറച്ച് ബോൾട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്ര ബോൾട്ടാണ് ഇനി പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. ഓക്കെ, അതായത് മെയിൻ ആംഗിളിൻ്റെ, ഇതാണ് മെയിൻ ആംഗിൾ. ഈ മെയിൻ ആംഗിളിൻ്റെ കണക്റ്റിംഗ് ലെഗിൽ ഇവിടെ ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ പോർഷനിലെ നമ്പർ ഓഫ് ബോൾട്ടാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്ന ലോഡ് എത്രയാണെന്ന് നമുക്കറിയാം. അതായത് ഏരിയ അറിയാം, 1450 ആണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ വരുന്ന ലോഡ് എത്രയായിരിക്കും? ഇവിടെ 450. ഓക്കെ, 450യുടെ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ലോഡ് 450 ഇൻറ്റു 1450, അതായത് ഈ ഒരു ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. സോ 450 ഇൻറ്റു റേഷ്യോ ഓഫ് ദി ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. എഗെയിൻ ഈ സ്ട്രെങ്ത് വാല്യൂ ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ബോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 3 സ്ഥലത്തും പ്രൊവൈഡ് ചെയ്യേണ്ട ബോൾട്ടിൻ്റെ നമ്പർ കിട്ടി. അതായത് ഇത് ലോഡ് ഓൺ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ബോൾട്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് എന്ന് വെച്ചാൽ ഇത്. ദെൻ കണക്റ്റിംഗ് ലെഗ്, അതായത് ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്റ്റിംഗ് ലെഗിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ബോൾട്ടിൻ്റെ നമ്പർ കിട്ടി. ആൻഡ് ഈ ഒരു ബോൾട്ടിൻ്റെ, അതായത് മെയിൻ പ്ലേറ്റിൻ്റെ കണക്റ്റിംഗ് ലെഗിലെ ബോൾട്ടും കിട്ടി. ഓക്കെ, അങ്ങനെ 3 പ്ലേസസിലെയും ബോൾട്ട് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ബോൾട്ടാണ് കിട്ടുന്നത്. ആൻഡ് ഇവിടെ 4 ബോൾട്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്, നമ്പർ ഓഫ് ബോൾട്ട് ഇസ് ലോഡ് ഓൺ ലെഗ് ആംഗിൾ ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. അപ്പോൾ അത് കണക്റ്റിംഗ് ലെഗ് ആംഗിൾ ടു ഗസറ്റ് പ്ലേറ്റ് ആണ്. ഇനി ലെഗ് ആംഗിൾ ടു മെയിൻ പ്ലേറ്റ് വേണം, അതെന്ന് വെച്ചാൽ 5 ബോൾട്ട് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് അത് 5 ബോൾട്ട് കിട്ടുന്നത് നമ്മൾ 175 മാത്രമേ എടുത്തുള്ളൂ. അഗെയിൻ 205.1 ഡിവൈഡഡ് ബൈ 45.3 കൂടെ എടുക്കുക. ഓക്കെ, സോ അവിടെ ഈ ഒരു വാല്യൂയും കിട്ടും. ഈ ഒരു വാല്യൂ കൂടെ നോട്ട് ചെയ്തേക്കണേ. ആൻഡ് നമ്പർ ഓഫ് ബോൾട്ട് ഓൺ ദി ഗസറ്റ് പ്ലേറ്റ്. അഗെയിൻ നമുക്ക് ഏരിയ ഓഫ് ദി ലെഗ് ആംഗിൾ. ഓക്കെ, ലെഗ് ആംഗിളിൻ്റെ ഏരിയ നിങ്ങൾ ആദ്യം എഴുതാം, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എഴുതാം ഈ ഒരു സ്റ്റെപ്പ്. സോ ഏരിയ ഓഫ് ദി ലെഗ് ആംഗിൾ ഈസ് ഈക്വൽ ടു ഏരിയ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ എടുക്കാനായിട്ട് വലിയ പ്രശ്നം വരില്ല. കാരണം നമ്മൾ മെയിൻ ആംഗിളിൻ്റെ സെയിം അതേ വിഡ്ത്ത് തന്നെ, കാരണം ഇത് രണ്ടും സൈഡ് ബൈ സൈഡായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. സോ മെയിൻ ആംഗിളിൻ്റെ അതേ വിഡ്ത്ത് തന്നെ എടുക്കാം. മെയിൻ ആംഗിൾ നമ്മൾ എടുത്ത ഏത് വിഡ്ത്താണോ ആ സെയിം വിഡ്ത്ത് തന്നെ എടുക്കുക. അതായത് 150/75/10 ആയിരുന്നു മെയിൻ ആംഗിളിന് എടുത്തത്. അപ്പോൾ 150/75 ആ 10-നേക്കാളും ലെസ്സർ ആയിട്ടുള്ളൊരു തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലെഗ് ആംഗിളിൻ്റെ തിക്നെസ് എപ്പോഴും മെയിൻ ആംഗിളിനേക്കാളും കുറവായിരിക്കണം. ആൻഡ് 150/75 വിഡ്ത്ത് സെയിം ആയിരിക്കണം. അങ്ങനെ ഏരിയ കിട്ടും. ഓക്കെ, സോ പ്രൊവൈഡ് ദിസ്. ഈ ഒരു ആംഗിൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഏരിയ എത്രയാണെങ്കിലും ഈ ഒരു ആംഗിൾ ചൂസ് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ ചൂസ് ചെയ്ത സംഭവം റിക്വയർഡ് ഏരിയയേക്കാളും കൂടുതലായിരിക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം ബോൾട്ട്
നമ്പേഴ്സും കിട്ടി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഗസറ്റ് പ്ലേറ്റ് വരയ്ക്കുക. സോ ഇത് നമ്മുടെ ആദ്യമുള്ള സംഭവമായിരുന്നു. അതായത് ഈ ഒരു പ്ലേറ്റ് ഇവിടെ 10 ബോൾട്ട്, ഇത് ആദ്യത്തെ കണ്ടീഷനായിരുന്നു. അപ്പോഴാണ് നമ്മളിവിടെ ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, സോ ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും ബോൾട്ട് വേണം, ഇവിടെയും ബോൾട്ട് വേണം. സോ ഇവിടെ വരുന്ന ബോൾട്ട് 4 ബോൾട്ട് എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ലെഗ് ആംഗിളിൽ ഒരു സ്ഥലത്ത് 4ഉം ഒരു സ്ഥലത്ത് 5 കിട്ടിയത്. ഓക്കെ, അതെപ്പോഴും ഈക്വൽ ആക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെയും 5ഉം ഇവിടെയും 5 തന്നെ പ്രൊവൈഡ് ചെയ്യാം. അത് ഈ ഒരു പ്ലാനിൽ വരുമ്പോൾ ഇങ്ങനെ വരും, 1 2 3 4 5 ആൻഡ് ഇവിടെയും 1 2 3 4 5. അപ്പോൾ ഇത് ലെഗ് ആംഗിളിൻ്റെ ബോൾട്ടാണ്. എഗെയിൻ മെയിൻ ആംഗിളിന് നമുക്ക് ആദ്യമേ 10 ആയിരുന്നു വേണ്ടത്. എഗെയിൻ ഈ ഒരു 3 ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ ഈ ഒരു 3 ബോൾട്ടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം 7 ബോൾട്ടാണ് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ, അതായത് ഫൈനലി ഫിഗർ വരയ്ക്കുമ്പോൾ ഈ 3 വരയ്ക്കണ്ട. ഓക്കെ, ഓൺലി 7 പ്രൊവൈഡ് ചെയ്താൽ മതി. ഈ 7 1 2 3 4 5 6 7 7 ബോൾട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 7 ബോൾട്ട്, ഇവിടെ 5, ഇവിടെ 5. ഓക്കെ, 4 എന്നുള്ളത് 5 എന്നാക്കുക, കാരണം നമുക്ക് ഇവിടെയും ഈക്വൽ ആയിട്ട് ബോൾട്ട് വേണം. ഓക്കെ, ഈ ഫിഗറും വരയ്ക്കുക ഫൈനലി.